ആ ചേച്ചി പറ. നീ എന്താടി ഫോൺ എടുക്കാത്തെ? വരുമ്പോ സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് വരണേ. ഇപ്പോ എന്റെ പൊന്നി ജെസിമോളെ, അവർ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാനല്ലേ നമുക്ക് പറ്റൂ. നീ CNE ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് 2 ദിവസമായി. CNO നല്ല കലിപ്പിലാ. കേക്കുന്നുണ്ടോ നീ? ആ വരുമ്പോ കൊണ്ടുവരാം. എവിടെ പോയി കർത്താവേ? ചേട്ടാ മുന്നോട്ട് പോട്ടോ. ഇപ്പൊ കഴിയുവേ, പേടിക്കണ്ട. ജെസിമോളെ, നിന്റെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും? അതാ ബാഗ് കിടപ്പുണ്ട്. ചേച്ചി ഒന്ന് എടുത്തേക്കാവോ? ഇവിടെ കുറച്ച് തിരക്കില്ല. ചേച്ചി ഫോണും കൂടെ ഒന്ന് അവിടെ വെച്ചേക്ക്. ഡി, ആ CNO വരുന്നുണ്ട്, ഞാൻ ഇതിൽ പോവാണേ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ചേച്ചി പേഷ്യന്റ് ക്രിട്ടിക്കല, ഇൻഡിബേറ്റ് ചെയ്യാൻ ഡോക്ടർ വന്നു. ജെസിസിന് ഒരു ക്യാനൽ ഇടണം ഇവിടെ. ചേച്ചി പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യണം. ജെസിമോളെ, ഇത്രയും തിരക്കുള്ള ഹോസ്പിറ്റലിൽ കുറച്ചധികം സ്റ്റാഫ് വേണ്ടല്ലേ? ഇത് ഒരാൾ 50 പേര് നോക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? പണിയെടുത്ത് മനുഷ്യന്റെ നടു ഓടിഞ്ഞു. അവരാളെ എടുക്കാന്ന് പറയുന്നിട്ട് എനിക്ക് മാസം ഉണ്ടായി, ഇതുവരെ നടപടിയൊന്നും ആയില്ല. ചേച്ചി കഴിച്ചായിരുന്നോ? ഇല്ലടാ, അടുത്ത CNO ക്ലാസ്സിനുള്ള പിള്ളേരെ അറേഞ്ച് ചെയ്യണം. ഈ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ഈ CNOയുടെ ഓരോ നിബന്ധനകളെ. ജസ്റ്റ് ചേച്ചി ഒരു എമർജൻസി പേഷ്യൻ്റ് ഉണ്ടോ എന്ന് നോക്കാമോ? ചേച്ചി 4ാമത്തെ വീട്ടിൽ പേഷ്യൻ്റ് മെഡിക്കൽ ഇൻഡിബേറ്റ് ചെയ്യണം. ചേച്ചി പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി, ബില്ലിങ് കേൾക്കണം. സിസ്റ്റർ നീ ഡ്രസ്സിങ് ആളോ ഒന്ന് വരാവോ? ചേച്ചി ഒന്ന് ഇവിടെ നിൽക്കും, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് കേട്ടോ. ജിസ്മോൾ, എത്ര നാളായിട്ട് നമ്മൾ പറയുന്നതാ നഴ്സുമാർക്ക് ഒരു ചേഞ്ചിങ് റൂം വേണമെന്ന്. ഒരു വലിയ കണ്ടെയ്നർ കൊണ്ടിട്ടിട്ടില്ല തുണി മാറാനായിട്ട്. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതെല്ലാം കാണിച്ചല്ലേ നമ്മൾ മാനേജ്മെന്റ് ഒരു നോട്ടീസ് കൊടുത്തേക്കുന്നേ. ആ നോട്ടീസ് കൊടുത്തതിന് ശേഷം CNOയ്ക്ക് എന്നെ കണ്ണിന് കണ്ടുകൂടാ. രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോഴേ നോക്കി പഠിപ്പിച്ചിട്ട് പോയി. നീ എന്തായാലും നമ്മുടെ യൂണിയൻ നേതാക്കന്മാരോട് ഒന്ന് പറയണം കേട്ടോ. സ്റ്റാഫിനൊരു യൂണിഫോം പോലും തരാത്ത മാനേജ്മെന്റാണ്. എന്തൊരു നീ എന്തായാലും അവരൊന്ന് വിളിക്കണം കേട്ടോ. ഞാൻ ലാബിൽ വരുന്ന കയറിച്ചും വരാം. ശരി, നാളെ കാണാം. ഓക്കെ. ഇക്ക, മാനേജ്മെന്റ് നമ്മൾ പറയുന്നത് കേൾക്കുന്ന എനിക്ക് തോന്നില്ല. ഞാനെന്തായാലും ശ്രമിക്കുന്നുണ്ട് ഇക്ക. ഓക്കെ ഇക്ക, ബൈ. ഇറങ്ങിക്കോളും. അപ്പോൾ ഇതിന് ഫോണിന് കുഴപ്പമൊന്നുമില്ല. നീ മണപ്പൂർവ്വം എൻ്റെ ഫോൺ എടുക്കാതിരിക്കുന്നതല്ലേ? ബാങ്കിൽ നിന്ന് ഈ ടാഗും പാൻറ്റും ഇട്ടോതേക്കുന്ന മര്യാദ ഒരു പരിധിവരെ ഞാൻ കാണിക്കും.
പക്ഷേ നിന്റെ കാര്യത്തിൽ കഴിയാറായി. ചേട്ടാ അവനൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ആളുകൾ കാണട്ടടി. അങ്ങനെയെങ്കിലും നീയൊക്കെ നാണക്കേട് കാരണം ഞങ്ങളുടെ പൈസ തിരിച്ചു തരണം. അതുകൊണ്ട് ഇനി എന്നെ അധികം നടത്തിക്കാനാണ് പ്ലാനെങ്കിൽ പൊന്നു മോളെ ഞാൻ അതിനകത്ത് കയറും. പിന്നെ എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കിന് ഒരു പരിധിയും കാണത്തില്ല, കേട്ടല്ലോ? നേഴ്സിംഗ് പഠിക്കാമെന്ന് പറഞ്ഞ് പൈസയും വാങ്ങിയിട്ട് കുടുംബാരെ കൊണ്ടൊക്കെ നമുക്ക് എന്താടാ പ്രയോജനം? എന്നെ പറ്റി ജെസ്സിമോള്? ഒന്നുമില്ല ചായ. നീ എന്നെ ഫോൺ എടുക്കാത്ത? ഞാൻ കുറെ വിളിച്ചായിരുന്നു. നല്ല തിരക്കായിരുന്നു ചായ. എന്നാ ചായ ഇവിടെ നിർത്തിയ? ഈട് വന്നേ. എന്താന്ന് പറ. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരാൻ പോവാ. ഞാനിപ്പോൾ ഒരു ഭർത്താവ് മാത്രമല്ല, ഒരച്ഛനും കൂടി ആവാൻ പോവാ. ഇത് പറയാനാ ജെസ്സിമോളെ ഞാൻ വിളിച്ചേ. റിപ്പോർട്ടൊക്കെ നോർമലാണ് കേട്ടോ. പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണം. നന്നായിട്ട് കെയർ ചെയ്യേണ്ട സമയമാണിത്. ഇനി അങ്ങോട്ട് ഭാരിച്ച പണിയൊന്നും ചെയ്യണ്ട. ഇത് 6-ാം മാസമാണ്, അതിൻ്റെ കെയർ വേണം കേട്ടോ. ജെസ്സി ഫാർമസി കൊടുക്കട്ടോ. ഓക്കെ ഡോക്ടർ വരും. അപ്പോൾ വേനൊന്നുമില്ല. എന്നാ പറ്റി സിസ്റ്ററെ? ചെറിയൊരു തലകറക്കം. ആ സിസ്റ്ററിന് ഇപ്പം എത്ര മാസമായി? 6 മാസം. ആ എന്നെ പോലെ തന്നെയാണല്ലോ. ഇനി അങ്ങോട്ട് കെയർ ചെയ്യണം കേട്ടോ. നിങ്ങളെന്നാ ഇതിലെ പൊക്കോ. ജെസ്സിമോളെ, നിന്റെ മെറ്റേണിറ്റി ലീവിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി സംസാരിച്ച് വെച്ചിട്ടുണ്ട് സീന മാഡത്തിൻ്റെ അടുത്ത്. നമുക്കത് വന്ന് കണ്ടാലോ? പോയിട്ട് വല്ല കാര്യമുണ്ട് ചേച്ചി? പോയി നോക്കാന്ന് വാ.
കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര നാളായി? 3 മാസമായി. റീസെൻ്റായി കല്യാണം കഴിഞ്ഞ കുട്ടികളെ നമുക്കിപ്പോൾ ആവശ്യമില്ല. ജോയിൻ ചെയ്തിട്ട് പിന്നെ 1 വർഷത്തിനുള്ളിൽ മെറ്റേണിറ്റി ലീവ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വന്നാൽ അത് മാനേജ്മെൻറ്റിന് വലിയ ബുദ്ധിമുട്ടാവും. അവസാനം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ലീവ് തരുന്നില്ലെന്നും പറഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും മീഡിയയുടെ മുന്നിൽ ചെന്ന് നിന്നാൽ അത് ഈ ഹോസ്പിറ്റലിലെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ആ റിസ്ക് ഒന്നും എടുക്കാൻ ഇപ്പം എനിക്ക് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ മറ്റെവിടെയെങ്കിലും ട്രൈ ചെയ്യുന്നതാണ് നല്ലത്. താങ്ക് യു മാം. മാഡം, എന്താ സൂസന്ന? മാഡം ജെസ്സിയുടെ മെറ്റേണിറ്റി ലീവിൻ്റെ കാര്യം ഒരു റിക്വസ്റ്റ് വന്നിരുന്നു. ഞാനത് കണ്ടിരുന്നു സൂസന്ന. ഒരു കാര്യം ചെയ്യും, ജെസ് റിസൈൻ ഇട്ടോ, എന്നിട്ട് പോക്കോ. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ അപ്പം ഇവിടെ വാക്കൻസി ഉണ്ടെങ്കിൽ പരിഗണിക്കാം. അല്ലാതെ ജെസ്സിയുടെ സുഖപ്രസവത്തിന് വേണ്ടി ലീവൊന്നും തരാൻ മാനേജ്മെന്റിന് പറ്റില്ല. ജോലി ചെയ്യാൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യാ. 6 മാസം മെറ്റേണിറ്റി ലീവ് സ്റ്റാഫിന് കൊടുക്കണം എന്നുള്ളത് റൂളല്ലേ മാഡം? ഗവൺമെന്റ് റൂളൊക്കെ പാലിക്കണമെങ്കിൽ നീ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്യും. ഇതൊരു മാനേജ്മെന്റ് കീഴിലുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ നിയമവും ശരിയും ഒക്കെ ഡിസൈൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും മാനേജ്മെന്റ് താല്പര്യത്തിനനുസരിച്ചാണ്. അത് ഫോളോ ചെയ്യാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പോയി ഫൈറ്റ് ചെയ്യ. ഇനി അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് സ്വന്തം കരിയർ അവസാനിപ്പിക്കാൻ വേണ്ടിയാണെന്ന് കൂടി ഓർത്തോണം. പണ്ട് സമരത്തിനിറങ്ങിയ തലമൂത്ത UN-കാരോട് ചോദിച്ചാൽ മതി. നിങ്ങളുടെ എല്ലാ ബെനിഫിറ്റ്സും മാനേജ്മെന്റ് ഹോൾഡ് ചെയ്യും. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് CNOയുടെ ഭാഗത്തുനിന്ന് യാതൊരു ഫേവറും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. മാനേജ്മെന്റ് പഠിപ്പിച്ചു വിട്ട് ഇങ്ങനെ കുറച്ച് ഡയലോഗ് കേട്ടാലൊന്നും ഞങ്ങൾ ആരും പേടിക്കൊന്നും മാഡം വിചാരിക്കേണ്ട. ഞങ്ങൾക്ക് കിട്ടേണ്ട ന്യായമായ അവകാശങ്ങൾ ചോദിച്ചു മേടിക്കാൻ ഇക്കാലത്ത് ഞങ്ങൾക്കറിയാം. പിന്നെ മാഡം നേരത്തെ പറഞ്ഞ തലമൂത്ത സമരക്കാർ അതിനുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ വായിലിരിക്കുന്ന മുഴുവൻ വർത്താനം കേട്ട് ഡ്യൂട്ടി ടൈം പോലും നോക്കാതെ ഞങ്ങളിവിടെ കിടന്ന് പണിയെടുക്കുന്നതേ നിങ്ങളെ പേടിച്ചിട്ടല്ല, മറിച്ച് ഈ ജോലിക്ക് ഒരു മഹത്വം ഉണ്ടെന്ന് വിചാരിക്കുന്നതുകൊണ്ടാ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനും ഈ സൂസന്ന ചേച്ചിയും ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് വാങ്ങി ജോലി ചെയ്ത് അതിൻ്റെ എല്ലാ റെസ്പെക്റ്റും ഞങ്ങൾക്ക് ഈ ജോലിയോടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് മാഡം അവിടെ പോ ഇവിടെ പോ എന്നൊക്കെ നിങ്ങൾ ഓർഡർ ഇടുമ്പോഴേ ഒന്നും മിണ്ടാതിരുന്ന് കേൾക്കുന്നത്. രാവിലെ ഡ്യൂട്ടിക്ക് കയറിയ രാത്രി ഇറങ്ങുന്നത് വരെ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും സമയം കിട്ടാത്ത എത്ര നഴ്സുമാർ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ടെന്ന് മാഡത്തിന് അറിയൂ? പറയാനാണെങ്കിൽ ഇങ്ങനെ 1000 പ്രശ്നങ്ങളുണ്ട് മാഡം. ഞങ്ങൾക്ക് ഒട്ടും പറ്റാതാകുമ്പോൾ പിടിച്ചു നിൽക്കാവുന്നതിൻ്റെ മാക്സിമം കഴിയുമ്പോഴാണ് ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് നിങ്ങളോട് ഇങ്ങനെ തിരിച്ച് സംസാരിക്കാറ്. വലിയ സുഖസൗകര്യങ്ങളൊന്നും വേണമെന്നല്ല മാഡം ഞങ്ങൾ പറയുന്നത്. ചെയ്യുന്ന ജോലിക്ക് മാന്യമായ പ്രതിഫലം തന്നാൽ മതി. ഞങ്ങളും മനുഷ്യരാണെന്ന പരിഗണന കാണിച്ചാൽ മതി. ചേച്ചി എന്താ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നേ? എന്നെങ്കിലും ആരായാലും ഇത് അവരോട് പറയണം. അതിപ്പോൾ ഞാനായി, അത്രേ ഉള്ളൂ. ചേട്ടാ ഇവിടെ നിൽക്കാൻ. ജെസ്സി ചേച്ചി ഒന്ന് വരാവോ?
അതുകൊണ്ട് ഇനി എന്നെ അധികം നടത്തിക്കാനാണ് പ്ലാനെങ്കിൽ പൊന്നു മോളെ ഞാൻ അതിനകത്ത് കയറും. പിന്നെ എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കിന് ഒരു പരിധിയും കാണത്തില്ല, കേട്ടല്ലോ? ആ ചേച്ചി പരിചയക്കാരനാ. വെളുത്ത വസ്ത്രത്തിനുള്ളിൽ ഒരു ചിരിയോടെ തങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന മനുഷ്യന്റെ വേദന സുഖപ്പെടുത്തുന്ന ഈ കൂട്ടർക്ക് മാലാഖമാരെന്നാണ് വിളിപ്പേര്. പക്ഷേ ആ ചിരിച്ച മുഖത്തിനുള്ളിൽ അവർ ഒളിപ്പിക്കുന്ന കണ്ണീരും കഷ്ടപ്പാടുകളും നമ്മൾ ആരും കാണുന്നില്ല. എത്രയൊക്കെ വേദനിച്ചാലും എത്രയൊക്കെ മുറിപ്പെട്ടാലും തങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്നവരെ സ്നേഹത്തോടെ പരിചരിക്കാൻ അവരെന്നും ഇവിടെ ഉണ്ടാവും. അവർ മാലാഖമാരല്ല, വിശപ്പും ദാഹവുമുള്ള മനുഷ്യർ തന്നെയാണ്, പച്ച മനുഷ്യർ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ഏതെങ്കിലും നഴ്സിംഗ് മേഖലയിൽപ്പെട്ട ആളുകൾ നിങ്ങളെ ഉപദ്രവിക്കാൻ ഒരുങ്ങിയാൽ അവർ രജിസ്ട്രേഷൻ പുതുക്കാൻ പോലും ഇനി ഭയപ്പെടും എന്നുള്ള ഒരു കൗൺസിലായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക. പ്രത്യേകിച്ച് നമുക്കറിയാം അല്ലെ, ആശുപത്രികളിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നത് പലപ്പോഴും നമ്മുടെ തലക്ക് മുകളിലുള്ള ആൾക്കാരുടെ ഒരു ഈഗോയാണ് അല്ലെ. ആശുപത്രി അങ്ങനെയാണ്. ചർച്ചയ്ക്ക് പോയപ്പോ മാനേജ്മെന്റ് പറഞ്ഞു, നിങ്ങൾ 5-10 മിനിറ്റ് ഭക്ഷണം 15 മിനിറ്റോ അരമണിക്കൂർ കൊടുത്താൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ UN സമ്മേളനങ്ങൾക്ക് പോയ പ്രശ്നമില്ല. പക്ഷെ അവിടെ ഒരു CNOയും 2 DCNOമാര് മാനേജ്മെന്റ് നമ്മൾ സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ തീരുമാനം വേണം. UN ഇപ്പോഴത്തുള്ള ഏറ്റവും വലിയ തീരുമാനം അതാണ്. ആദ്യം നന്നാക്കേണ്ടത് സ്വന്തം പ്രൊഫഷനിലെ കുലാംകുത്തികളെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.